ഹായ് പ്രിയമുള്ളവരെ, ഇത് ഞങ്ങളുടെ മുളക് ചെടികളാണ്. ഉണ്ടമുളക്, സിറ ഇനത്തിൽപ്പെട്ട മുളക്, കാന്താരി മുളക് ഉണ്ട്. ഇവയെല്ലാം ഞങ്ങളുടെ വീട്ടിൽ ഒരുപാടുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമായ മുളകുകളെല്ലാം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അത് ഒരുപാട് സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് നിങ്ങളോട് ഇത് പറയുന്നത്. ഇത് ഞങ്ങളുടെ പേരയാണ്, അർക്കാക്കിരൺ ഇനത്തിൽപ്പെട്ട പേരയാണ്. ഇത് വാങ്ങിയ സമയത്ത് 2-3 പേരൊക്കെ ഉണ്ടായിരുന്നു. അത് അടർത്തിക്കളഞ്ഞ് ഇപ്പം എനിക്ക് തോന്നുന്നു വാങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 6 മാസം ആയിക്കാണ്. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വളരുന്നുണ്ട്. കുറേ പേരക്കായും വന്നു ഉണ്ട്. നിങ്ങൾക്ക് കാണാം അല്ലേ, നല്ല ഇനത്തിൽപ്പെട്ട പേരക്കയാണ്. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ ഇത്രയും ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഒരുപാട് ചെറുതിലെ തന്നെ അടർന്ന് പോകുന്നുണ്ട്. ഇപ്പോഴും 3-4 പേരൊക്കെ മാത്രമേ ഇപ്പോഴും ഈ പേരയിലുള്ളൂ. അത് വലുതായി കിട്ടും എന്ന് വിചാരിക്കുകയാണ്. പ്രിയമുള്ളവർ, ഇത് ഞങ്ങളുടെ മാവാണ്. ഈ മാവിൻ്റെ പേര് അറിയത്തില്ല കേട്ടോ. സാധാരണ 2 വർഷത്തിലൊരിക്കലാണ് നമുക്ക് പിന്നെ സുഖമായിട്ട് പറിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല ഇനത്തിൽപ്പെട്ട ഉറപ്പുള്ള മാങ്ങ അല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാ മഴയൊക്കെ വരും, എല്ലാ വർഷവും മാങ്ങ എല്ലാം ചെറുതിലെ തന്നെ വീണ് അത്യാവശ്യം പല സ്റ്റേജിലായിട്ട് മാങ്ങയൊക്കെ ഉണ്ടാകുന്നത്. ഓരോ കൊല്ലം ഒരുപാട് മാങ്ങകളുണ്ടായിരുന്നു. അതെല്ലാം മാങ്ങായി മാവിലുണ്ടായി. എല്ലാ കൊല്ലം ഒരു പക്ഷേ അത് 2 മാങ്ങ വീണ് പോകുന്നത്. അതായത് ഇതിൻ്റെ മുകളിലായിട്ട് 5-6 മാങ്ങ ഞെട്ടിന് ഉറപ്പില്ല എന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് വീണ് പോകുന്നതാണ് എന്ന് മനസ്സിലായില്ല. കാര്യം ഒരു കൊലയിൽ തന്നെ 5-10-15 ഒക്കെ മാങ്ങ ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ എല്ലാത്തിലും ഓരോന്നായിട്ടൊക്കെ മാറും. പേരയും അത് ഒരുമാതിരി വലുതായി കഴിയുമ്പോഴും വീണുകൊണ്ടിരിക്കും. സന്തോഷം. നോക്കിക്കാണാം, നല്ല മാങ്ങയാണ്, നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുണ്ട്. ഈ മാങ്ങ ഏത് ഇനത്തിൽപ്പെട്ടാണെന്ന് അറിയത്തില്ല, പക്ഷെ നന്നായിട്ട് വലുതാവും. ഞങ്ങളിപ്പം വീട്ടിൽ മീൻ കറിയൊക്കെ വെക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കറികളിലൊക്കെ ഞങ്ങളുടെ മാങ്ങ തന്നെ ഇടുന്നത്. ഇപ്പം മാങ്ങ പുറത്തു നിന്ന് വാങ്ങിക്കാറില്ല. ഒരു 4-5 മാവ് വീട്ടിലുണ്ട്. അതിൽ ഒരു 2-3 മാവ് എല്ലാ വർഷവും പൂക്കാറുണ്ട്. ഒരുപാട് മാങ്ങ അല്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ള മാങ്ങയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. അതും ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. പുറത്തു നിന്ന് മാങ്ങ വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ മാങ്ങ നമുക്ക് കിട്ടും എന്നുള്ളത്. ഇത് ഞങ്ങളുടെ പപ്പായയാണ്, റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയാണ്. 3 പപ്പായ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയിരുന്നു. അത് 3 ഒരുമിച്ച് വെച്ചു. പക്ഷേ ഇതിൽ അത്യാവശ്യം ഇപ്പോൾ പപ്പങ്ങയൊക്കെ വന്നു തുടങ്ങി. ഒരെണ്ണം അതിന് തൊട്ടടുത്തുള്ള മരമൊക്കെ ചെറിയ 1-2 മരങ്ങളുണ്ട്. അത് മുറിച്ചപ്പോഴത് ചെറിയ 1-2 പപ്പായ പോയി. എങ്കിലും ഇപ്പോൾ 4-5 പപ്പായ വീട്ടിലുണ്ട്. ഇത് കണ്ടത് ഞങ്ങളുടെ വീട്ടിൽ വെണ്ടയ്ക്ക, ആനക്കൊമ്പനും വയലറ്റും നമ്മുടെ സാധാരണ പച്ച വെണ്ട എല്ലാം ഉണ്ട്.